കനത്ത മഴ തുടരുന്നതിനാൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 136 അടിയിലേക്ക് എത്തിയതോടെ ഡാം തുറക്കാൻ തീരുമാനം. ഇന്ന് രാവിലെ 10 മണിയോടെ ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തുമെന്ന് തമിഴ്നാട് അധികൃതർ അറിയിച്ചു. പ്രാഥമിക ഘട്ടത്തിൽ പരമാവധി 1000 ഘനയടി വെള്ളം ഒഴുക്കിവിടും. തുടർച്ചയായ മഴയെ തുടർന്ന് പെരിയാർ കടുവ സങ്കേതത്തിലെ ജലസ്രോതസ്സുകളിൽ നിന്ന് ഡാമിലേക്ക് നീരൊഴുക്ക് വർദ്ധിച്ചിരിക്കുകയാണ്. ഇതോടെ 300ഓളം കുടുംബങ്ങൾ ബാധിക്കപ്പെടാമെന്നതിനാൽ അതീവ ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് അധികൃതർ പുറപ്പെടുവിച്ചത്. പെരിയാറിന്റെ തീരത്ത് താമസിക്കുന്ന വീടുകളിൽ വെള്ളം കയറാൻ സാധ്യതയുള്ളവർ സമീപ ബന്ധുവീടുകളിലേക്കോ അധികൃതർ ഒരുക്കിയ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കോ മാറണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. ഇരുമുറി, വള്ളക്കാട്, മണിയാറുകുന്ന്, കൂട്ടാർ, ഉപ്പുതറ എന്നിവിടങ്ങളിലാണ് പ്രാഥമികമായി 20 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കുന്നത്. സ്പിൽവേ ഷട്ടറുകൾ തുറക്കുന്ന സമയത്ത് നദിയിൽ കുളിക്കാനിറങ്ങുന്നത്, നദി മുറിച്ചു കടക്കുന്നത് തുടങ്ങിയ പ്രവർത്തനങ്ങൾ കർശനമായി ഒഴിവാക്കുക. ജലനിരപ്പ് നേരത്തെ തന്നെ കുറവായതിനാൽ വൻതോതിൽ വെള്ളം ഒഴുകിയെത്തിയാലും നദിയിൽ വലിയ വെള്ളപ്പൊക്ക സാധ്യതയില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. ഇതിനൊപ്പം സംസ്ഥാനത്തുടനീളമുള്ള കാലാവസ്ഥയും കൂടുതൽ ജാഗ്രത ആവശ്യപ്പെടുന്നുണ്ട്. അറബിക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ട സാഹചര്യത്തിൽ അടുത്ത 5 ദിവസം കൂടി സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്.